എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് ഇന്റർനാഷണൽ വുമൻസ് ഡേ വരാൻ പോവുകയാണ് അല്ലേ? മാർച്ച് 8. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളോടും ഒരു ചെറിയൊരു സന്ദേശം. നിങ്ങൾ വെറും ഒരു കുടുംബത്തിന്റെ ഭാഗം മാത്രമല്ല, നിങ്ങൾ ഈ ലോകത്തെ മാറ്റാൻ കഴിവുള്ള ശക്തിയാണ്. നിങ്ങളെ ഈ ലോകത്തിന് ആവശ്യമുണ്ട്. മാർച്ച് 8 ലോകം ആഘോഷിക്കുന്ന ദിനമാണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ. പക്ഷേ ഒരു ദിവസത്തെ ആഘോഷം മാത്രമല്ല ഇത് ഓരോ സ്ത്രീയും സ്വന്തം ശക്തിയെ തിരിച്ചറിയേണ്ട ദിനമാണ്. നമ്മളിൽ ഓരോരുത്തർക്കും ദൈവം പ്രത്യേക കഴിവുകൾ തന്നിട്ടുണ്ട്. പ്രശ്നം കഴിവില്ലാത്തതല്ല, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്തതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ആരും മടി പിടിച്ചും പേടിച്ചും വെറുതെ ഇരിക്കരുത്. അവനവന്റെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് സ്വന്തമായി ഏൺ ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഭർത്താവിന്റെ വകയിൽ ഒരുപാട് സ്വത്തുക്കളും പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാലും നിങ്ങൾ സ്വയം അധ്വാനിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സ്വന്തമായി നിങ്ങൾ ഏൺ ചെയ്യണം. നമ്മൾ അധ്വാനിച്ച ഒരു പൈസ കൊണ്ട് നമ്മുടെ അച്ഛനെയും അമ്മയെയും നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സംതൃപ്തി ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് കിട്ടില്ല. ഇത് അനുഭവിച്ചൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ 27 വർഷങ്ങൾക്ക് മുമ്പ് 1998 ബഹ്റൈനിൽ പോയ സമയത്ത് ഞാൻ അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു ജോലി കണ്ടുപിടിച്ചതും അധ്വാനിച്ചതും 22 വർഷം അവിടെ പിടിച്ചു നിന്നതും ഒക്കെ. ആ ഒരു കഷ്ടപ്പാടിന്റെ ഫലം എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഭാഗ്യം, ഏറ്റവും സന്തോഷം, ഏറ്റവും സംതൃപ്തി നിറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അധ്വാനിച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കാൻ കഴിഞ്ഞു. അവരെന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കാനും, എപ്പോൾ അവർക്ക് സുഖമില്ലെന്ന് പറഞ്ഞാലും ഓടി നാട്ടിൽ വരാനും, എല്ലാ കാര്യത്തിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവരെൻ്റെ കൂടെ ഇല്ല. പക്ഷേ എന്നാലും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു സന്തോഷവും സംതൃപ്തിയുമുണ്ട്. എനിക്ക് ഇത്രയെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് എന്തെങ്കിലും നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ് ഒരു സംതൃപ്തി ഉണ്ടാവുക. അതിനു വേണ്ടിയെങ്കിലും നിങ്ങൾ അധ്വാനിക്കണം. 1998 ഞാൻ ബഹറിലേക്ക് പോയത്. ആ സമയത്ത് ഈ ടെക്നോളജിയൊന്നും ഇത്ര കൂടുതൽ വികസിക്കാതിരുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് ടെക്നോളജി വികസിച്ച് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തു വേണമെങ്കിലും വിരൽത്തുമ്പിലാണ്. സൗകര്യങ്ങൾ കൂടിപ്പോയത് കൊണ്ടാണ് പലരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം നമ്മൾ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ ഇവിടെ വെച്ചിട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ മുന്നോട്ട് വന്നേ പറ്റൂ. നിങ്ങൾ എല്ലാവരും മുമ്പോട്ട് വരണം. ഈ ലോകത്തെ എല്ലാ സ്ത്രീകളും സമ്പന്നരായിരിക്കണം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കളുടെ മുമ്പിലോ അല്ലെങ്കിൽ ഭർത്താവിന്റെ മുമ്പിലോ അച്ഛൻ്റെ അമ്മയുടെയും മുമ്പിലോ കൈ നീട്ടേണ്ട അവസ്ഥ ഒരു സ്ത്രീക്കും ഉണ്ടാകരുത്. എല്ലാവരും സ്വയം പ്രാപ്തരാകണം. നമുക്ക് ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആളുകൾ വീടിനുള്ളിൽ വെറുതെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും മുമ്പോട്ട് വരിക. നമുക്ക് ഈ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഓരോരുത്തർക്കും പല പല വിധത്തിലുള്ള കഴിവുകളായിരിക്കും. ഓരോ കഴിവുകളും ഈ ലോകത്തിന് ആവശ്യമുണ്ട്. ഈ മാർച്ച് 8 ഈവനിങ് 3:30 തൊട്ട് 5:30 വരെ 2 മണിക്കൂർ എൻ്റെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ അനുഭവങ്ങളും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും ഒക്കെ ഞാൻ ആ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
22 വർഷം പ്രവാസ ജീവിതം അനുഭവിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വിജയകരമായ ഒരു ജീവിതമാണ്. അതുകൊണ്ട് 100% എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ വിജയിക്കാമെന്ന്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എനിക്കും എന്തെങ്കിലും ചെയ്യണം. ആ ഒരു ചിന്ത തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു.